ഞാൻ വിചാരിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പള്ളിയിലച്ഛൻ്റെ കണ്ടന്റൊക്കെ തീർന്നു. കാരണം പള്ളിയിലച്ഛന് നമ്മുടെ രേണുസുധിയുടെ അച്ഛന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏറിപ്പോയതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഇനി അങ്ങനെ ഒന്നും വന്ന് സംസാരിക്കില്ല എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു ബൈറ്റ് കണ്ടു. നമുക്ക് ആദ്യം അതൊന്ന് കാണാം, എന്നിട്ട് സംസാരിക്കാം. റെക്കോർഡ് ചെയ്ത് ഇവരുടെ കയ്യിൽ വെച്ചിട്ട് ഇവർക്ക് കണ്ടന്റ് ആവശ്യമായി വരുമ്പോൾ, എന്നെ എതിർത്ത് സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവർ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുവാൻ. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിനോട് വന്ന് കൃത്യമായിട്ട് പറയാം. അത് ആരെക്കുറിച്ചുള്ള വോയിസ് അത് അച്ഛൻ പറയണം. ആരെക്കുറിച്ചുള്ള വോയിസ്? റിയാക്ഷൻ വീഡിയോക്കാര് അച്ഛന്റെ വോയിസാ പുറത്തിടുന്നേ. ഇതിൽ ഏത് റിയാക്ഷൻ വീഡിയോക്കാരോട് അച്ഛൻ പറഞ്ഞ വോയിസാ പുറത്തിടുന്നേ? ഒരു ബന്ധവും ഇല്ലാത്ത എവിടെയോ കിടക്കുന്ന ഒരു കുട്ടിയുടെ വോയിസ്. അച്ഛൻ അത്രയ്ക്കൊരു ബോധവും ഇതും ഇല്ലേ? ഞാൻ അച്ഛൻ്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ തിരിച്ചു വോയിസോ എന്നെപ്പറ്റി പറയാൻ അച്ഛൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അച്ഛോ നമ്മളത് ഇടുന്നത്. ഞാൻ അച്ഛൻ്റെ വോയിസ് ഇടുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത കോട്ടയത്തുള്ള വേറെ ആരെങ്കിലും കാര്യം അച്ഛൻ വന്ന് പറയൂ? അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധമുള്ള എൻ്റെ ചേച്ചിയുടെയോ എൻ്റെ ചേട്ടൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മേരെ ആരെങ്കിലും കാര്യം അച്ഛൻ വന്ന് പറയൂ? അച്ഛന് എന്താണ് ഒരു ബോധമില്ലേ? അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? അച്ഛന് പേടിയുണ്ടോ? അച്ഛന് പേടിയില്ലെങ്കിൽ അച്ഛൻ ഇട്ടോ, അതിനെന്താ, ഇട്ട് സന്തോഷിക്കും. ഞാനതിന് അങ്ങനെ ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാലോ. അപ്പൊ അച്ഛന് ധൈര്യമില്ലേ? അച്ഛൻ എന്തിനാ ഒരു ബന്ധമില്ലാത്ത ഞാനിപ്പോ പൊട്ടിക്കും ഇതെന്തോ കിഡ്നാപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കുട്ടി എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇത്ര രൂപ തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തുവാ സംസാരിക്കുന്ന ഒരു ബന്ധമില്ലാത്ത രീതിയിൽ? ഇപ്പൊ റിയാക്ഷൻ വീഡിയോക്കാരുടെ കയ്യിൽ അച്ഛന്റെ വോയിസ് ഉണ്ട്. കാരണം രേണുസുധിയായിട്ട് അച്ഛൻ വഴക്കുണ്ടായ സമയത്ത് അച്ഛൻ അവരെ വിളിച്ച് പറഞ്ഞ എല്ലാ വോയിസും സ്വാഭാവികമായിട്ടും അവരെ കാണും. അച്ഛൻ എന്താ പേടിയാവുന്നു? അച്ഛന് പേടിയുണ്ടോ രേണുസുധി ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എതിർക്കുമെന്ന്? ഒരു എതിർത്താൾ, അത് രേണുസുധി മനസ്സിലാക്കാനാ പറയുന്നേ. നമ്മൾ ഒരുപാട് വഴക്കുണ്ടായി, നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് അപ്പുറം മാറി നമ്മൾ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ആ ആളുകൾ നമ്മൾ മിണ്ടുമ്പോൾ നമ്മളും എന്താവണം? ഒരു പൊടിക്ക് അടങ്ങി ഒന്ന് മാറി നിന്ന് സഹകരിക്കണം. ഈ രണ്ട് കൂട്ടരും സഹകരിക്കണം, ഇല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വില ഉണ്ടാവത്തില്ല. അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പം മലക്കം മറിഞ്ഞു മറ്റേ ദോശ മറിച്ചിട്ടത് കണക്ക് ഒരാൾ മാറിയിട്ടുണ്ട്. വളരെയധികം സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളെ എതിർത്തവര് നമുക്ക് വളരെയധികം അടുപ്പോട്ട് വരുമ്പോഴാണ്. നമ്മളെ ഓവറായിട്ട് താലോലിച്ച് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ട്, നമ്മളെ കൂടെയുള്ളവരെ കുറിച്ചും മറ്റുള്ളവർ ഏകദേശം ഒരു 5 or 6 പേര് അവർ ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം? നമ്മളത് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആവും. പല ആൾക്കാരും പറയും അങ്ങനെ പോകരുത്, അവർ ശരിയല്ലാന്ന്. പക്ഷെ ഏതൊക്കെയോ സന്ദർഭത്തിൽ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതിന്റെ പേരിൽ നമ്മൾ നിൽക്കുമ്പോൾ അവസാനം നമുക്കിട്ട് അവർ പണിയും തന്ന് 8ന്റെ പണിയും വാങ്ങിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അയ്യോ അങ്ങനെ സഹകരിക്കാൻ പാടില്ല എന്നുള്ളത്. കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കരുത്. നിങ്ങളെ കൂടെ നിൽക്കുന്നവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. എൻ്റെ കൂടെ നിൽക്കുന്നവര് എനിക്ക് നെഗറ്റീവ് വരുമ്പോൾ എനിക്ക് അവരെ ഇന്ന രീതിയിൽ പോകണം എന്ന് പറഞ്ഞു തരുമ്പോൾ പിറ്റേ പ്രാവശ്യം തൊട്ട് എനിക്ക് പോസിറ്റീവാണ് സമൂഹ മാധ്യമത്തിൽ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ നിൽക്കുന്നവർ പോസിറ്റീവുള്ള ആൾക്കാരാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർ എനിക്ക് പറഞ്ഞു തരുന്തോറും ഞാനത് കേട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും എനിക്ക് നെഗറ്റീവാണ് വരണമെങ്കിൽ അവരും ശരിയല്ല, അവരുടെ കാര്യങ്ങളും ശരിയല്ല. നമുക്ക് അത് അവർ പറഞ്ഞു തന്നതാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ. അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങളത് ചെയ്യുന്നെങ്കിൽ നിങ്ങളത് മാറ്റിയേ പറ്റൂ. എനിക്ക് ഈ അച്ഛന്റെ കാര്യത്തിൽ മനസ്സിലാവാത്തത്, അച്ഛൻ എൻ്റെ വോയിസ് എടുത്ത് പുറത്തിട്ടാൽ ഞാൻ അവന്റെ കാര്യം പറയും. അവനും ഈ വോയിസും തമ്മിൽ എന്ത് ബന്ധം? അച്ഛനും കിച്ചുവും തമ്മിൽ, ഞാനത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് വിശദീകരിച്ച് പറയാത്തത്. അച്ഛനും കിച്ചുവും തമ്മിൽ വഴക്കൂടിയോ? കിച്ചു പറഞ്ഞു, കിച്ചു ഇപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് അവൻ വന്നൊരു വീഡിയോ ചെയ്യുകയാണെന്ന് വെച്ചോളൂ, എനിക്കും അച്ഛന്റെ കാര്യങ്ങൾ ഒരുപാട് അറിയാം, ഞാൻ പറഞ്ഞ അച്ഛൻ നാറും, ഞാൻ അച്ഛൻ്റെ ഒരു കാര്യത്തിനും പോയിട്ടില്ല, അച്ഛൻ എന്നെ പല സ്ഥലത്തും വന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അച്ഛൻ്റെ വോയിസ് എടുത്ത് പുറത്തിടുമെന്ന് പറഞ്ഞാൽ പോലും സാധാരണ ആൾക്കാർ അതിനെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അച്ഛൻ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അച്ഛന് പറയാം, അവൻ എൻ്റെ വോയിസ് എടുത്ത് പുറത്തിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും പറയും. ഇത് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ
അച്ഛന്റെ കാര്യം എടുത്ത് പുറത്തിടുമെന്ന് പറയുമ്പോൾ അച്ഛൻ ഓടിപ്പോയി ലവന്റെ കാര്യമോ പറയുന്നേ. ലവന്റെ കാര്യം ഞാൻ പറയും. അച്ഛനും ആരാണ് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എല്ലാരും പറയുന്നുണ്ട് അച്ഛനാണ് ഈ സഭയുടെ മേലധികാരി എന്ന്. അതുകൊണ്ട് ഇത് ആരടുത്ത് പോയി കംപ്ലൈന്റ് പറയാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇതിനൊക്കെ ഒരു മറുപടി കിച്ചു അച്ഛന്റെ പേരിൽ അവനെ ഇങ്ങനെ മാനസികമായിട്ട് സമൂഹ മാധ്യമത്തിൽ വന്ന് ദ്രോഹിക്കുന്നു എന്നും പറഞ്ഞൊരു ഡിഫർമേഷൻ കൊടുത്താ അവിടെ തീരും അച്ഛന് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റൂല. അങ്ങനെ എങ്ങാനും ഒരു കേസ് കൊടുത്താ അതിൽ പരം നാണക്കേട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ ചിന്തിക്കുക. ഞാൻ കരുതി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ പറഞ്ഞു അച്ഛൻ ഇനി ഇന്റർവ്യൂ കൊടുക്കരുതെന്ന്. കാരണം എല്ലാവരുടെ വീഡിയോയും കാണാറുള്ള ഒരു വ്യക്തിയാണ് അച്ഛനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവരൊക്കെ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നും പറഞ്ഞ് ചിന്തിക്കുമെന്ന് കരുതി. എനിക്ക് തോന്നുന്നത് ഈ രേണുസുധീരെ കൂടെ ഇവരുടെയൊക്കെ ടീമിൽ ചേരുമ്പോൾ നമ്മൾ ബുദ്ധി, ഉളുപ്പ്, വിവരം, ബോധം, പൊക്കണം, പിന്നെന്താണ് നമ്മുടെ കോമൺ സെൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം കയറാൻ. കാരണം ഒരു നിലപാടുമില്ല, ഒന്നുമില്ല. നമുക്ക് വായിൽ തോന്നുന്നത് വിളിച്ചങ്ങ് ഒരു റാൻഡമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ച് അങ്ങ് സംസാരിച്ചാൽ മതി. അതാണ് അവരെ യൂണിവേഴ്സിറ്റിന്റെ ഭാഷ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അച്ഛൻ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിരുന്ന്, ഞാനന്ന് യൂട്യൂബറൊന്നും അല്ല, ഞാൻ പക്ഷെ ഈ വാർത്തകളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എല്ലാവരുടെ ചാനലിൽ നോക്കുമ്പോഴും ഭയങ്കര സിമ്പതി, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഈ അച്ഛനെ പറ്റി ഇങ്ങനെയാണോ പറഞ്ഞതെന്ന്. കാരണം അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ന് വലിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛൻ ഒരു നിലപാടും ഇല്ലാതെ വായിൽ വരുന്നത് പോലെയാണ് അച്ഛൻ വിളിച്ചു പറയുന്നത്. ഇപ്പൊ ഞാൻ സായി പറഞ്ഞ 2 വേർഡുകളെ എതിർക്കുന്നുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായി പറഞ്ഞത് എന്താണ് ഒരു കൊളോക്കിയലായിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കൈയില്ലാത്തവനും അടിച്ചു പോകും എന്ന് പറയും പോലത്തെ ഒരു കാര്യമാ പറഞ്ഞേ. എന്താ അവരൊക്കെ പറയുന്നേ? അച്ഛൻ എന്തിന്റെ കാര്യമാണ് വന്നിരുന്ന് സംസാരിക്കാൻ? അച്ഛനെ പോലീസ് ഈ കഴിഞ്ഞ ഒരാഴ്ച വിളിച്ചു, അല്ലെങ്കിൽ കിച്ചുവുമായി ബന്ധപ്പെട്ട അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കാര്യത്തിന് കഴിഞ്ഞ ആഴ്ച പോയോ? ഏതോ 2 വർഷത്തിന് മുന്നേ ഉള്ള കാര്യവും കൊണ്ട് അച്ഛൻ വന്നിട്ട് ആ കാര്യം ഒരു കാര്യമാണെങ്കിൽ പോലും അതിനെ ആൾക്കാർ മറ്റേ പുലിവരണേ എന്ന് പോലെ ആക്കി കഴിഞ്ഞു. ഇനി എത്ര വലിയ അലിഗേഷൻ ആ കുട്ടിയുടെ പേരിൽ പറഞ്ഞാലും, ഇനി ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞാലും അത് മറ്റേ മല പോലെ വന്നത് എലി പോലെ പോകും കണക്ക് പോവത്തേ ഉള്ളൂ, ഇത്രയും ബിൽഡപ്പ് കൊടുത്തതുകൊണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയും അച്ഛൻ അബദ്ധത്തിൽ പോയി ചാടാതിരിക്കുക. അച്ഛൻ ഇനിയും ഇതുപോലെ ഇന്റർവ്യൂസ് കൊടുത്ത് നാണം കെടാതിരിക്കുക. അത് ഓരോരുത്തരെ ബ്ലോക്ക് ചെയ്യാണ്. കാരണം എന്താണ്, ഈ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ വിളിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അച്ഛൻ പെടും. അതുകൊണ്ടായിരിക്കും ബ്ലോക്ക് ചെയ്തത്. ഇനി എനിക്ക് രേണുസുധിയുടെ വീട്ടുകാരി കാണിച്ചൊരു കാര്യം എനിക്ക് പറയണം. പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാണ്. ഈ രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് റീലോ പോസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങളും അത് കണ്ടായിരുന്നു. ഈ പോസ്റ്റും റീലും കണ്ട വഴിക്ക് തന്നെ ഈ കിച്ചു വേറെ ആരോ സജഷനും പിടിക്കുക ചോദിക്കും, ആരും മോനെ നീ അമ്മനെ പോയി കാണാൻ, അതൊന്നും അവന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട വഴിക്ക് അവൻ ഈ പറയുന്ന രേണുവിടെ ഫോം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത്? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? അത് നിങ്ങൾക്ക് രേണുവിന്റെ ഫോം വിളിച്ചു. എടുത്തത് രേണുവിന്റെ സിസ്റ്ററാണ്, ചേച്ചി. അപ്പൊ ഫോം വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു അമ്മോട് സംസാരിക്കണം. അപ്പൊ അമ്മോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റില്ലാന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ. ഇത് രേണു എവിടെയെങ്കിലും പറഞ്ഞോ? അന്ന് വയ്യാണ്ട് അവശ്യമായിട്ട് വയ്യ എന്നെ കാണണ്ടോര് വന്നില്ല, കിച്ചു എന്നെ വളർത്തി 15 വയസ്സ് തൊട്ട് ഉണ്ടാക്കിയിട്ട് വന്നില്ല, ഈ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല, ഞാൻ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും പറയുന്നുണ്ടായിരുന്നു. രേണുസുധി സായിയുടെ അടുത്തും പറഞ്ഞു കിച്ചുവിനെ വിളിക്കാൻ. അപ്പം സംസാരിച്ചപ്പോ കിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സായിയുടെ അടുത്ത് പറഞ്ഞു. ഇതെങ്ങും ആരും തിരുത്തി പറഞ്ഞില്ലല്ലോ. എന്തേ തിരുത്തി പറയാത്തെ? സാധാരണ ഇത്രയും വലിയ അലിഗേഷൻ വന്ന ആ കുട്ടിയെ ഇത്രയും പറഞ്ഞപ്പോഴായിരിക്കും രേണുസുധി ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, അന്ന് അവരേല് ഫോൺ കൊടുത്തു കാണത്തില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് വിശ്വാസമില്ലെങ്കിലും വിശ്വസിക്കാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ രേണുസുധി തന്നെ വന്നിരുന്ന് പറയണമായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ്, കിച്ചു എന്നെ വിളിച്ചിരുന്നു, ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലായിരുന്നു, എനിക്ക് ഫോൺ തരാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, പിന്നെ മറന്നു പോയതാണ്. സ്വന്തമായിട്ട് പറയാലോ, ഞാൻ മറന്നു പോയതാണ്. കള്ളമല്ലേ പറയുള്ളൂ. ഇങ്ങനൊരു കള്ളം നല്ലതിന് വേണ്ടി കള്ളത്തരം പറഞ്ഞൂടെ? എപ്പോഴും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കള്ളത്തരം പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി കള്ളത്തരം പറഞ്ഞൂടെ? ഞാൻ കിച്ചു എന്നെ വിളിച്ചിരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കിച്ചുവുമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളും ചർച്ചകളും ഇനി ഉണ്ടാവരുത് എന്ന് പറയാലോ. കാരണം എന്താ? ഫോൺ കൊടുക്കാത്തത് രേണുസുധിയുടെ ചേച്ചി ഏറിൽ പോവും.
ചേച്ചി ഏറിൽ പോയി, സോഷ്യൽ മീഡിയയിൽ വാക്കിൽ പറഞ്ഞ ഏറിൽ പോയി കിടന്ന് കളിക്കും. അതുകൊണ്ടാണ് ഇവരാരും മിണ്ടാത്തത്. മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം രേണുസുധീരെ ബില്ലുമായി, ഹോസ്പിറ്റൽ ബില്ലുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. ആ മരുന്ന് വിലക്കുറവിൽ കിട്ടും. അത് രോഗികൾ കുറച്ച് പാനിക് ആയതാണ്. കാരണം ഇവര് വന്ന് രേണുസുധി പറഞ്ഞ കാര്യം ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ്. അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് രേണുസുധി പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ. ക്ലാരിറ്റി ഇല്ലായിരുന്നു അതില്. അപ്പൊ ചേച്ചി വന്ന് അതിന്റെ മരുന്നിന്റെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോ മാസ്റ്റർ മൈൻഡ് മനുവും ദേവ് ഡിക്കോഡ്സിലെ ദേവും ഒക്കെ പോയി അന്വേഷിച്ചപ്പോ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു ഈ മരുന്ന് ഇവിടുന്ന് കൊടുത്തതാണ്, അത് സൈൻ ചെയ്ത് കൊടുത്താണ്. അവര് വന്ന് തിരുത്തി പറഞ്ഞല്ലോ. അവർക്ക് വേണമെങ്കിലും മൂടി വെക്കാം. എന്തായാലും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ഏകദേശം ഈ ചർച്ചകളൊക്കെ അവസാനിച്ചു. അതിന്റെ പുറകെ എന്തായാലും ആരും ഇനിയിപ്പോ ചർച്ചയ്ക്കൊന്നും പോകത്തില്ല. അവർക്ക് മിണ്ടാതിരുന്നൂടെ? അവര് വന്ന് കറക്റ്റ് കാര്യം പറഞ്ഞല്ലോ. അവരെ എത്രയോ പേര് കുറ്റപ്പെടുത്തുന്നു, മരുന്നിന്റെ പുറകെ പോയിട്ട് ഇപ്പൊ എന്തായി, സത്യം അതാണല്ലോ എന്ന്. ആയിക്കോട്ടെ, വന്ന് പറഞ്ഞല്ലോ. ആ സംശയം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ, കാരണം രേണുസുധി തന്നെ കള്ളത്തരം പറയുന്നുണ്ടാണ്. അതേ വീഡിയോയിൽ ഇരുന്ന് അടുത്ത കള്ളത്തരം പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല. എന്താണെന്നറിയാമോ? അനുമോളുടെയൊക്കെ കാര്യം. അനുമോള് പറയുന്നുണ്ട് രേണുസുധി ക്ഷണിച്ചിട്ടാണ് പോയതെന്ന്. രേണുസുധി പറയുന്നുണ്ട് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, സ്വന്തം മനസ്സോടെയാണെന്ന്. അടുത്ത സെന്റൻസിൽ കള്ളം പറയാ. ഞാൻ 2 ലക്ഷം രൂപയുടെ കീമോയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത സെന്റൻസ് കള്ളം പറയാണ്. അപ്പൊ എങ്ങനെയാണ് തൊട്ട് മുന്നേയുള്ള സെന്റൻസ് സത്യമാവുന്നത്? ഒന്ന്, രേണുസുധിയുടെ കൂടെ നിൽക്കുന്നവര് രേണുസുധി ഇനി സോഷ്യൽ മീഡിയയിൽ വരരുത്, അവരുടെ അസുഖമൊക്കെ മാറി അവരൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം വരിക. കാരണം ഒന്ന്, ഞാൻ എപ്പോഴും പറയും പോലെ മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ആണ് റേഡിയേഷൻ. 2, ഈ ഒരു വാർത്തയെന്നല്ല, രേണുസുധിയായിട്ട് ബന്ധമുള്ള വാർത്തയെന്നല്ല, ഒരുപാട് നെഗറ്റീവ് വാർത്തകളുണ്ട്. ചിലപ്പം വാർത്തകളൊക്കെ കാണുന്ന, ന്യൂസുകളൊക്കെ കാണുന്ന ഒരു സ്വഭാവം ആയിരിക്കും. അതൊന്നും കാണിക്കരുത്. അപ്പൊ അവര് കുറച്ചൊന്ന് സ്റ്റേബിൾ ആയിട്ട് അവര് വരട്ടെ. ആ സമയത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ വരുമ്പോഴെങ്കിലും കൂടെയുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം സത്യം പറയാൻ. സത്യം പറയാത്തത് കൊണ്ടാണ് ഇത്രയും തെറ്റിദ്ധാരണ. നിങ്ങളൊക്കെ കണ്ണടച്ചങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് സത്യവും കൂടി ഇടയ്ക്കിടയ്ക്ക് പറയണം. കാരണം അനുമോക്കൊക്കെ വട്ടാണോ ഇങ്ങനെ ഒന്ന് പറയാൻ? അനുമോള് സ്വന്തം മനസ്സാലെ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി അക്സെപ്റ്റൻസ് അനുമോക്കൊക്കെ കിട്ടും. കാരണം അനുമോളായിട്ടൊന്നും സഹകരണം ഇല്ല. അപ്പൊ സ്വന്തം മനസ്സാലെ പോയി എന്ന് പറയുമ്പോൾ നല്ല കാര്യം, ഇതിനെക്കാട്ടി നല്ല കാര്യം എന്ന് പറയും. പക്ഷെ അവരെന്താണ്, അവര് സത്യം പറഞ്ഞത്, എവിടെ വിളിച്ചു പോയി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ വീണ്ടും ഇവര് ഏറിപ്പോവും. എന്തുകൊണ്ട് കിച്ചുവിനെ വിളിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ട് രേണുസുധിയായിട്ട് ബന്ധപ്പെട്ടവര് ഒന്ന് പറയുക, സത്യവും കൂടി പറയാൻ. പിന്നെ ഇപ്പൊ രേണുസുധി കുറച്ച് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, 2 പേരുടെ സഹായം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ബട്ടൺ കണ്ടാൽ ഹൈപ്പും കൂടി ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.